السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാം 2 ദർസുകളിലായി ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ പ്രശസ്തമായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയും മൻഹജും, എന്താണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന് പ്രതിപാദിക്കുന്ന ഉസൂലുസ്സുന്ന എന്ന കിതാബ് നാം മനസ്സിലാക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം നമുക്കൊരു മജ്ലിസ് ഇതുപോലെ ലഭിച്ചില്ല. അപ്പോഴാണ് അതിനുള്ളൊരു അവസരം ലഭിച്ചത്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ അല്ലെങ്കിൽ അവസാനമായി പറഞ്ഞ ഭാഗം അൽ ഈമാനു ബിൽ ഹൗദ്, നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹൗദ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് നാം പരാമർശിച്ചത്. അതിനുശേഷം ഇമാം അഹ്മദ് റഹിമഹുള്ള ഈ കിതാബിൽ പറയുന്നു, അൽ ഈമാനു ബിഅദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിലുള്ള വിശ്വാസം. വഅന്ന ഹാദിഹിൽ ഉമ്മത തുഫ്തനു ഫീ ഖുബൂരിഹാ, ഖബറിൽ വെച്ച് നമ്മുടെ ഈ സമൂഹത്തിന് അഥവാ മനുഷ്യർക്ക് എന്തുണ്ടാകും? അവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അഥവാ ശിക്ഷയുണ്ടാകും. വതുസ്അലു അനിൽ ഈമാനി വൽ ഇസ്ലാം, ഈമാനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും അഥവാ അവന്റെ വിശ്വാസത്തിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും ചോദിക്കപ്പെടും. വമൻ റബ്ബുഹു വമൻ നബിയുഹു, ആരാണ് അവന്റെ റബ്ബ് എന്ന് ചോദിക്കപ്പെടും, ആരാണ് അവന്റെ നബി എന്ന് ചോദിക്കപ്പെടും. വയഅതീഹി മുൻകറുൻ വനകീറുൻ, ഖബറിൽ അവന്റെ അടുത്തേക്ക് മുൻകർ നക്കീർ എന്നീ മലക്കുകൾ വരും. കൈഫ ശാ അല്ലാഹു വകൈഫ അറാദ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെയാണ് അവരുടെ വരവ്. വൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, അതിൽ വിശ്വസിക്കുക, അതിനെ സത്യപ്പെടുത്തുക. ഇതാണ് അടുത്ത ഭാഗമായി ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുന്നത്. അപ്പൊ ഖബറിലുള്ള ശിക്ഷ അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ പല പിഴച്ച വിഭാഗങ്ങളും ഖബറിൽ ശിക്ഷയില്ല, ഖബറിൽ ഒരു ഉറക്കം പോലെയാണ്, അവിടെ ശിക്ഷയോ അനുഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് വാദിക്കുന്ന പല വിഭാഗങ്ങളുമുണ്ട്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ ഖുർആനിലും ഹദീസിലും വ്യക്തമായി വന്നിട്ടുള്ള ഖബറിലെ ശിക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ അനുഗ്രഹങ്ങളുമുണ്ട്. എന്താണ് അതിനുള്ള തെളിവുകൾ? ചുരുക്കം ചില തെളിവുകൾ നമുക്ക് പരാമർശിക്കാം. അതിലൊന്ന്, സൂറത്തുൽ അൻഫാലിലെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്, കുഫാറുകളുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭം നീ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ, ആ റൂഹ് എടുത്തു കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ മുഖത്തും അതുപോലെ തന്നെ മുതുകിലുമായിട്ട് അവരെ അടിക്കുന്നതാണ്. എന്നിട്ട് അവരോട് പറയും, ഈ വേദനയേറിയ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുക. അപ്പോ റൂഹ് എടുത്തതിന് ശേഷമുള്ള ശിക്ഷ എന്നിവിടെ പറയുന്നത് മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഫിർഔനിനെയും ഫിർഔനിന്റെ കൂട്ടരുടെയും ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞു, സൂറത്തു ഗാഫിറിലെ 46-ാമത്തെ ആയത്ത്, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, അവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടും നരകം. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരങ്ങളിലും നരകം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. വയൗമ തഖൂമുസ്സാഅ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, അങ്ങനെ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പറയപ്പെടും, ഫിർഔനിനെയും ഫിർഔനിന്റെ കൂട്ടരെയും ഫിർഔനിന്റെ ആളുകളെ
വേദനയേറിയ കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുക എന്ന്. ഇവിടെ ആദ്യം അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ, നരകം കാണിക്കപ്പെടുന്ന. രണ്ടാമത് പറഞ്ഞത് എന്താണ്? യൗമ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ വേറെ ശിക്ഷ ലഭിക്കുന്ന. നമ്മൾ ആലോചിച്ച് നോക്കി, ഒന്നാമത്തെ ഭാഗത്ത് അവിടെ നരകം പ്രദർശിപ്പിക്കപ്പെടും. എന്തായാലും അവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കടലിൽ മുക്കി കൊന്നതിന് ശേഷം അവരെ പറ്റി പറയുന്നത്. അപ്പോ അവരവിടെ മരണപ്പെട്ടതിന് ശേഷം അന്ത്യനാൾ വരെയുള്ള അതിന്റെ ഇടയിലുള്ള കാലഘട്ടമാണ് എന്ത്? ബർസഖിയായ ജീവിതം. ഖബർ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അതിന് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചാലും ഇനി ഏതെങ്കിലും രീതിയിൽ കത്തിച്ചാമ്പലായി മരിച്ചാലും ഇങ്ങനെ മരിച്ചാലും ബർസഖിയായ ജീവിതം അവന് ഉണ്ടാകും. അപ്പോ ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച അവരെ ആദ്യം പറഞ്ഞ എന്താ? നരകം അവർ കാണിക്കപ്പെടും. അപ്പൊ അതെന്താണ്? ഖബറിൽ ബർസഖി ലോകത്ത് ശിക്ഷയുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ്. ഇനി ഇതുപോലെ വേറെയും ധാരാളം ആയത്തുകൾ നമുക്ക് കാണാം, നമ്മളെല്ലാം വായിക്കുന്നില്ല. അതുപോലെ തന്നെ ഖബറിൽ അനുഗ്രഹങ്ങളുമുണ്ട്. അവിടെ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക്, സത്യവിശ്വാസികൾക്ക് അനുഗ്രഹമുണ്ട്. അതിനുള്ള ദലീൽ എന്താണ്? അതിനൊരു ദലീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫുസ്സിലത്തിലെ 30-32 ആയത്തുകൾ പറയുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും പിന്നെ അതിനനുസൃതമായി ജീവിതം ജീവിക്കുകയും നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങും. അല്ലാ തഖാഫു വലാ തഹ്സനു, അവരോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ ഇതാ സന്തോഷിക്കുക. എന്നിട്ട് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഞങ്ങളാണ് നിങ്ങളുടെ കൂട്ടാളികൾ, സംരക്ഷകരായിട്ടൊപ്പമുള്ളത് ദുനിയാവിലും പരലോകത്തും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം ഉണ്ട് എന്ന് പറയും. ഇവിടെ ഈ ആയത്തിൽ ഒരു മുഅ്മിനിന് 3 സന്തോഷ വാർത്തകൾ ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് വലാ തഖാഫു എന്ന് പറഞ്ഞത്, അല്ലാ തഖാഫു എന്ന് പറഞ്ഞത്. അഥവാ വരാൻ പോകുന്ന ജീവിതത്തിൽ ഖബറിലും പരലോകത്തിലും ഉയർത്തെഴുന്നേൽപ്പിലുമായ ആ സന്ദർഭങ്ങളിലൊന്നും എന്തില്ല, ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന കാര്യം. അതൊരു സന്തോഷ വാർത്തയാണ്. രണ്ടാമത്തേത്, അപ്പൊ അതിൽ സന്തോഷ വാർത്തയിൽ അദാബുൽ ഖബർ ഉൾക്കൊണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത് വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട. എന്തിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട? നിങ്ങളിപ്പോൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ കുടുംബമോ സന്താനങ്ങളോ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ദുഃഖിക്കുകയും വേണ്ട. മൂന്നാമത്തെ സന്തോഷ വാർത്ത വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്വർഗം, അതിനെക്കുറിച്ച് സന്തോഷ വാർത്ത, സന്തോഷിക്കുക എന്നുള്ളത്. അപ്പൊ 3 സന്തോഷ വാർത്തകളുണ്ട്. വരാൻ പോകുന്ന ഖബർ ജീവിതത്തിലും അതിനുശേഷമുള്ള ഓരോ ഘട്ടത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തേത്, വിട്ടേച്ചു പോകുന്ന ദുനിയാവില് ഭാര്യയോ മക്കളോ കുടുംബമോ അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കേണ്ട. മൂന്നാമത്തേത്, സ്വർഗത്തിൽ ആ നിങ്ങൾക്കുള്ള വിഭവങ്ങൾ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം അവിടെയുണ്ട് എന്ന സന്തോഷ വാർത്ത. അപ്പോ ഇനിയുള്ള പേടിക്കണ്ട എന്ന് പറയുന്നിടത്ത് എന്തുൾക്കൊണ്ടു? ഖബറിൽ ശിക്ഷയില്ലാതെ അനുഗ്രഹങ്ങളുള്ള അവസ്ഥയുമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഹദീസിൽ നിന്നുള്ള തെളിവുകൾ നോക്കിയാലോ? ഖബറിൽ ശിക്ഷയുണ്ട് എന്നറിയിക്കുന്ന ഹദീസിൽ നിന്നുള്ള തെളിവുകളോ? ഒരിക്കൽ സഹീഹായിട്ട് ഇമാം ബുഖാരി, മുസ്ലിം, നസായി എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖൽതു അലയ്യ അജൂസാനി മിൻ അജ്സി യഹൂദിൽ മദീന, മദീനയിലെ ജൂത വൃദ്ധരായിട്ടുള്ള 2 സ്ത്രീകൾ എന്റെ അടുക്കിലേക്ക് വന്നു. ഫഖാലത, എന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു, ഇന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം, ഖബറാളികൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫകദ്ദബ്തുഹുമാ, ഞാൻ അവർ കളവാക്കി. കാരണം എന്താ? ഗൈബിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് ജൂതരായിട്ടുള്ള 2 പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞതിന്റെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്താ ആവശ്യമില്ല, സത്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് ശരിയല്ല എന്ന് നിലക്ക് പറഞ്ഞു. അങ്ങനെ അവര് പോയി കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അജൂസൈൻ മിൻ അജ്സി യഹൂദിൽ മദീന ദഖലത അലയ്യ
ഫസഅമത അന്ന അഹ്ലൽ ഖുബൂരി യുഅദ്ദിബൂന ഫീ ഖുബൂരിഹിം. ഇങ്ങനെ രണ്ട് സ്ത്രീകൾ വന്നു, ജൂത സ്ത്രീകൾ വന്നു. എന്നിട്ട് പറഞ്ഞു ഖബറിൽ വെച്ച് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സദഖത, അവർ പറഞ്ഞത് ശരിയാണ്. ഇന്നഹും യുഅദ്ദിബൂന അദാബൻ തസ്മഉഹുൽ ബഹായിം, അവിടെ ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷിക്കപ്പെടുന്നതിന്റെ ആ നിലവിളികൾ അത് ജന്തുമൃഗങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ എന്തായി? ഖബർ ശിക്ഷയുണ്ട് എന്ന് വ്യക്തമായ തെളിവാണ്. ഇനി ഖബർ ശിക്ഷയില്ല എന്ന് പറയുന്ന ആളുകൾ അത് വാദിക്കണമെങ്കിൽ എന്തായാലും ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ചിട്ടുള്ള ഈ ഉമ്മത്ത് ഏറ്റവും സഹീഹായി കാണുന്ന മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്ന ഈ ഹദീസിനെ അവർ നിഷേധിക്കേണ്ടി വരും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, ഏതൊരു പഴച്ചു വിഭാഗമാണെങ്കിലും അവരിലെല്ലാം പൊതുവായി കാണുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ്. ഒന്ന്, ഹദീസുകളെ അവർ നിഷേധിക്കേണ്ടി വരും. രണ്ട്, പ്രമാണത്തിനേക്കാൾ ബുദ്ധിക്ക് അവർ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അതല്ലാതെ അവർക്ക് നേരായ ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധിക്കില്ല. മറ്റൊരു തെളിവ് ഹദീസിൽ നിന്ന് ഖബറിൽ ശിക്ഷയുണ്ട് എന്നുള്ളത്. ഇതിലേറ്റവും ഈ ഹദീസിൽ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്നുണ്ടാവുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തശഹദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ തശഹുദ് ചെയ്യുമ്പോൾ അഥവാ നിസ്കാരത്തിന്റെ അവസാനത്തിൽ പിന്നെ അത്തഹിയാത്തും സ്വലാത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷം തശഹുദ് ചെയ്യുമ്പോൾ ഫലിയസ്തഇദ് ബില്ലാഹി മിൻ അർബഇൻ, 4 കാര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ രക്ഷ തേടണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ എന്നെ രക്ഷിക്കണമേ. വമിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയണമെങ്കിൽ ഉള്ളോണ്ടല്ലേ, അതില്ലെങ്കിൽ രക്ഷ തേടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഖബറിൽ ശിക്ഷയുണ്ട്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നകളെ തൊട്ടും മസീഹ് ദജ്ജാലിന്റെ ഫിത്ന തൊട്ടും രക്ഷ നൽകണമേ എന്ന് തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ നാടുകളിലുണ്ട് നിഷേധിക്കുന്ന ആളുകൾ. മുഅ്തസിലി അഖീദ വെച്ച് പുലർത്തി ഈ ഖബറിലെ ശിക്ഷകളെ നിഷേധിക്കുന്ന ആളുകൾ ധാരാളം നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഇതുപോലെ തന്നെ വേറെയും പല ഹദീസുകൾ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം നടക്കുന്ന ഓരോ ഘട്ടങ്ങളും വിശദീകരിക്കുന്ന വിശാലമായ ഹദീസ് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മലക്കുകൾ വന്ന് റൂഹെടുത്ത്, മലക്കുൽ മൗത്ത് റൂഹെടുത്ത് സ്വർഗത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കുന്നതും നരകത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കുന്നതും എല്ലാം പറയുന്ന ഹദീസ്. അതിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ തന്നെ ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വയഅതീഹി മുൻകറുൻ വനകീറുൻ, ഇനി ഖബറിൽ 2 മലക്കുകൾ വരും. ഈ ചോദിക്കുന്ന 2 മലക്കുകളാണ്. അവരുടെ പേര് മുൻകർ നക്കീർ എന്നതാണ്. കൈഫ ശാ അല്ലാഹു വ കൈഫ അറാദ, അവരെങ്ങനെയാണ് വരിക നമുക്കറിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ വരും. വൽ ഈമാനു ബിഹി വ തസ്ദീഖു ബിഹി, അതിൽ വിശ്വസിക്കണം, അതിനെ സത്യപ്പെടുത്തണം. 2 മലക്കുകൾ വരും എന്നുള്ളത് നമുക്ക് ഹദീസിൽ കാണാം. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാനി, വളരെ കറുത്ത ബലവത്തായിട്ടുള്ള 2 മലക്കുകൾ ഖബറിലെത്തും. യുഖാലു ലി അഹദിഹിമ അൽ മുൻകർ വൽ ആഖറു നക്കീർ, അതിലൊരാളുടെ പേര് മുൻകർ എന്നാണ്, മറ്റേയാളുടെ പേര് നക്കീർ എന്നാണെന്ന് ഹദീസിന്റെ ലഫ്ളുകളിൽ വന്നതായി കാണാൻ സാധിക്കും. അപ്പോ ഇനി അതെങ്ങനെയാണ് എന്താണ് നമുക്കറിയില്ല. അതാണ് ഇമാം അഹ്മദ് തുടർന്ന് തന്നെ പറഞ്ഞത്, കൈഫ ഷാ അല്ലാഹു വ കൈഫ അറാദ. അപ്പൊ നമുക്ക് ചോദിച്ചൂടെ, ഖബറിൽ ആകെ ചെറിയൊരു സ്ഥലമുള്ളൂ, അതിന്റെ അകത്ത് എങ്ങനെ 2 മലക്കുകൾ വരിക, അവരെങ്ങനെയാണ് ഖബറിലേക്ക് കയറുക, അത് നമുക്കറിയില്ല. അല്ലാഹു തആല ഉദ്ദേശിച്ചതുപോലെ അത് നടക്കുന്നതാണ്. അപ്പൊ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ പറഞ്ഞിട്ടില്ല, മുഴുവൻ തെളിവുകൾ പറഞ്ഞിട്ടില്ല. ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യമാണ് ഖബറിൽ ശിക്ഷയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടണം. കാരണം അതൊരു ഹക്കാണ്. അതുകൊണ്ട് തന്നെ ആ രക്ഷ തേടണം. അത് ഭയാനകമായിട്ടുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു നോക്കൂ, ലൗലാ അല്ലാ തദാഫനു ലദഅവതു അല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൽ നിന്ന് ശിക്ഷ കാരണം ആ ഖബറിൽ നിന്നുള്ള നിലവിളി കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പരസ്പരം മറമാടില്ലായിരുന്നുവെങ്കിൽ ആ ശിക്ഷ കേൾപ്പിക്കാൻ, നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു.
കാരണം ആ ശിക്ഷ അനുഭവിക്കുന്ന ആളുടെ ആ നിലവിളി അത്രയും ഭയാനകമായിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പരസ്പരം മറമാടാൻ എന്താകും? നിങ്ങൾക്ക് പേടിയാവും. ഒരാളെ ഖബറിൽ കൊണ്ടുവയ്ക്കാൻ നമുക്ക് പേടിയാവും. അതുകൊണ്ട് അതില്ലായിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖബറിലെ ശിക്ഷ ഹഖാണ്, അതിൽ വിശ്വസിക്കണം, അതുപോലെ തന്നെ അതിൽ നിന്ന് രക്ഷ തേടുകയും വേണം. അടുത്തത് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നത് അൽ ഈമാനു ബിശഫാഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് ശഫാഅത്തുണ്ട്, ശുപാർശയുണ്ട് എന്നതിൽ വിശ്വസിക്കണം. وبقوم يخرجون من النار بعدما احترقوا وصاروا فحما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും ഒരു കൂട്ടം ആളുകൾ, അവർ നരകത്തിൽ കത്തിച്ചാമ്പലായി കരിക്കട്ട പോലെയായിട്ട് അതിൽ നിന്ന് അവര് പുറത്തേക്ക് വരും. ഫയുഅ്മറു ബിഹിം ഇലാ നഹ്രിൻ അലാ ബാബിൽ ജന്ന കമാ ജാഅ ഫിൽ അഥർ. സ്വർഗത്തിന്റെ കവാടത്തിനടുത്തുള്ള ഒരു അരുവിയിൽ അവരോട് മുങ്ങാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും അത് അസറിൽ വന്നതുപോലെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. കൈഫശാ അല്ലാഹു വകമാശാ, അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ. ഇന്നമാ ഹുവൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി. നമ്മുടെ മേലെയുള്ള ബാധ്യത എന്താണ്? അത് വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും. അപ്പൊ ശഫാഅത്ത് എന്നുള്ളത് പലപ്പോഴും സലഫികളെ, തൗഹീദിന്റെ ആളുകൾ ഷിർക്കിന്റെ ആളുകൾ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ശഫാഅത്തിനെ നിഷേധിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഷിർക്കിന്റെ ആളുകൾ ഷിർക്കിൽ മുഴുകാൻ വേണ്ടി അവർ പിടിക്കുന്ന ഒരു തെളിവുമാണ് ശഫാഅത്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. രണ്ടും വലിയ അപകടങ്ങളാണ്. ഷഫാഅത്തിന്റെ പേരും പറഞ്ഞ് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അതിൽ ഷഫാഅത്ത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ ഷഫാഅത്ത് ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ. ഷഫാഅത്ത് നാളെ പരലോകത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്, അതുപോലെ സാലിഹീങ്ങൾക്കും ശുഹദാക്കൾക്കും അതുപോലെ തന്നെ മറ്റു പല ആളുകൾക്കും പ്രത്യേകം വന്നിട്ടുള്ള ചില പ്രത്യേക ആളുകൾക്കും ഷഫാഅത്ത് നാളെ പരലോകത്തുണ്ടാകും. ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിനെ പറ്റി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ഷഫാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ശുപാർശ എന്ന് മലയാളത്തിൽ പറയും. അതായത് നമുക്ക് പരിചയമില്ലാത്ത വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ അടുക്കൽ എന്തെങ്കിലും നമ്മുടെ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം മാറ്റി മറ്റൊരു ഉദ്ദേശമാക്കാൻ വേണ്ടി അയാൾക്കറിയുന്ന അയാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാളോട് പറഞ്ഞ് അയാൾ മുഖേന ആരോടാണോ അറിയിക്കേണ്ടത് അയാൾ അറിയിക്കുന്നതിനാണ്, എന്നിട്ട് അയാൾ ഉദ്ദേശം മാറ്റുന്നതിനാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. മൂന്നാളുകളാണ് ഷഫാഅത്തിൽ ഉണ്ടാവുക. ആരോടാണോ നമ്മൾ ഷഫാഅത്ത് ചെയ്യുന്നത്, അതായത് ഏറ്റവും വലിയ ആളാരാണോ അതിനെ മശ്ഫൂഉൻ ഇൻദഹു എന്ന് പറയും. ആരാണോ ശുപാർശ ചെയ്യുന്നത് അവനെ ഷഫീഅ എന്ന് പറയും. ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവനെ മശ്ഫൂഉൻ ലഹു എന്ന് പറയും. ഈ മൂന്നാളുകളാണ് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും മശ്ഫൂഉൻ ഇൻദഹുവിന് മശ്ഫൂഉൻ ലഹുവിനെ അറിയില്ല, പക്ഷെ ഷഫീഇനെ അറിയും. ഈ ഷഫീഅ പറഞ്ഞിട്ട് മശ്ഫൂഉൻ ഇൻദഹു ആരോടാണോ ശുപാർശ ചെയ്യുന്നത് അവന്റെ ഒരു ഉദ്ദേശത്തെയാണ് മാറ്റുന്നത്. അതാണ് ദുനിയാവിൽ നടക്കുന്ന ശുപാർശ. ഈ ഷിർക്കിന്റെ ആളുകൾ അല്ലെങ്കിൽ ശുപാർശ ആണെന്ന് പറഞ്ഞ് ഷിർക്ക് ചെയ്യുന്ന ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അതുപോലെയായിരിക്കും പരലോകത്തെ ശുപാർശ എന്നാണ്. വളരെ ചുരുങ്ങിയ രീതി, നമ്മുടെ വിഷയം ഷഫാഅത്ത് അല്ലാത്തത് കൊണ്ട് ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും വലിയൊരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ മശ്ഫൂഉൻ ഇൻദഹു ഒരു കാര്യം, ഇപ്പൊ ആരോടാണോ ശുപാർശ, ഇപ്പൊ ഒരു മന്ത്രിയോടാണ് ശുപാർശ എന്ന് വിചാരിക്കുക, അയാൾ തീരുമാനിച്ച ഒരു തീരുമാനമാണ് അയാളുടെ സെക്രട്ടറിയോ മറ്റോ നമ്മൾ കണ്ടിട്ട് അത് മാറ്റുന്നത്. സെക്രട്ടറിയൊക്കെ അയാൾക്ക് മേലുള്ള അധികാരത്തിന്റെ മേലെ. അപ്പോ അതേപോലെയാണ് പരലോകത്തെ ശുപാർശ എന്ന് വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം. അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ മാറ്റാൻ ഒരു സൃഷ്ടിയെ കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. അള്ളാഹു തീരുമാനിച്ചൊരു കാര്യം, ആ തീരുമാനത്തെ ഒരു സൃഷ്ടിക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതുപോലെയാണ് പരലോകത്തെ ശുപാർശ എന്ന് പറയുന്നതിലെ ഏറ്റവും വലിയ വിഡിത്തം. പരലോകത്തെ ശുപാർശ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് ഒരു ഇക്റാമായിക്കൊണ്ട്, പ്രത്യേക ഒരു ആദരവായിക്കൊണ്ട് ഒരു അനുവാദം കൊടുക്കും ശുപാർശ ചെയ്തു കൊള്ളാൻ. ആരെയാണ് ശുപാർശ ചെയ്യേണ്ടത്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ചെയ്യും. ഇവിടെ എന്താ നടക്കുന്നുള്ളൂ? ശുപാർശ ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം ഒരു ആദരവ് അല്ലാഹു തആല നൽകി എന്നത്. അതാണ് പരലോകത്തെ ശുപാർശ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്താണ് ഇവിടെ പറയുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശഫാഅത്തുണ്ട്. പ്രധാനമായും പരലോകത്ത് 6 രീതിയിലുള്ള ശഫാഅത്ത് ഉണ്ട്. അതിൽ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ളതും ബാക്കി 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതുപോലെ മറ്റു സ്വാലിഹീങ്ങൾക്കും അതുപോലെ തന്നെ ശുഹദാക്കൾക്കും അതുപോലെയുള്ള ഉലമാക്കൾക്കുമെല്ലാം മറ്റുള്ള കുറച്ച് ആളുകൾക്കുള്ള അവരും കൂടി പങ്കുചേരുന്ന ശുപാർശകളാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായിട്ടുള്ള ശുപാർശയിൽ ഒന്നാമത്തേത് അശ്ശഫാഅത്തുൽ ഉദ്മ, ഏറ്റവും മഹത്തായിട്ടുള്ള ശഫാഅത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അള്ളാഹു അനുവദിച്ചു നൽകുന്ന കാര്യമാണ്. ഖുർആനിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അസാ അയ്യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, മഹ്മൂദായിട്ടുള്ള പ്രശംസനീയമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു നിന്നെ നിയോഗിച്ചേക്കാം. ആ സ്ഥാനം എന്താണ്? നാളെ പരലോകത്തെ അശ്ശഫാഅത്തുൽ ഉദ്മ എന്നാണ്. എന്താണ് ശഫാഅത്തുൽ ഉദ്മ എന്ന് പറഞ്ഞാൽ? നാളെ പരലോകത്ത് മഹ്ശറിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് വിചാരണ ആരംഭിച്ചിട്ടുണ്ടാകില്ല. വിചാരണ ആരംഭിക്കാതെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ വിചാരണ ഒന്ന് ആരംഭിക്കാൻ വേണ്ടി ജനങ്ങൾ എന്ത് ചെയ്യും? അവർ ഓരോ നബിമാരുടെ അടുക്കൽ പോയിട്ട് അള്ളാഹുവിനോടൊന്ന് ശഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടും. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച സുദീർഘമായ ഹദീസാണ്. അതിന്റെ ആശയം പറയാം. അപ്പൊ അവർ നബിമാരിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ ആരാണ്? റസൂലുകളാണ്. റസൂലുകളിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ ഉലുൽ അസ്ം 5 പേരാണ്. ആരൊക്കെയാണത്? നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇവരിലേക്ക് പോകുന്നതിന് മുമ്പ് അബുൽ അംബിയ അല്ലെങ്കിൽ അബുൽ ബഷർ, മനുഷ്യരുടെ എല്ലാം പിതാവായിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ അവർ പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, ഒന്ന് നിങ്ങളെ റബ്ബിനോട് ഷഫാഅത്ത് ചെയ്യണം, ഇതൊന്ന് ആരംഭിക്കാൻ, വിചാരണ ആരംഭിക്കാൻ. എവിടുന്നേലും രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. മനുഷ്യനങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഞെരുക്കുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ഞെരുക്കാണെങ്കിലും വേണ്ടില്ല, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കും. അപ്പൊ ഇതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിന് പറ്റിയ 1-2 അബദ്ധങ്ങൾ പറഞ്ഞ് ഞാൻ അള്ളാഹ് കോപിക്കുന്ന പേടിച്ചിരിക്കുകയാണ്, ഞാൻ പറയില്ല. നിങ്ങൾ വേണമെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ചെല്ലാൻ പറയും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പോയിട്ട് പറയും, നൂഹ് നബി അലൈഹി ഇസ്ലാമും തന്റെ സമൂഹത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് അള്ളാഹ് കോപിക്കുന്ന പേടിയാന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെല്ലാൻ പറയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും തനിക്ക് പറ്റിയ 1-2 അബദ്ധങ്ങൾ പറഞ്ഞ് ഞാൻ അത് തന്നെ പേടിച്ചിരിക്കുകയാണ്, എന്നെ കൊണ്ട് കഴിയില്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പറയും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറയും, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, അതിന് അള്ളാഹ് എന്റെ മേലെ എന്താണ് വിധിക്കാതെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, നിങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലാൻ പറയും. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമും ചില ഉദ്റ് പറയും. ചില റിവായത്തുകളിൽ നമുക്ക് കാണാം ഈസാ നബി അലൈഹി ഇസ്ലാമെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ പേരിൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലാൻ പറയും. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് അവർ പറയും, അവരെ വിഷമം പറയും, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തണം എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുമ്പോൾ ഹദീസിന്റെ ആ ഭാഗം വായിക്കാം. ഫഅൻതലിഖു ഫആതി തഹ്തൽ അർശി ഫഅഖഅ സാജിദൻ ലിറബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അവിടുന്ന് പോരും, ജനങ്ങളുടെ അവിടുന്ന് പോന്നിട്ട് അർശിന്റെ ചോട്ടിലായിക്കൊണ്ട് സുജൂദിലായി വീഴും റബ്ബിന്റെ. ثم يفتح الله علي ويلهمني من محامده وحسن ثنائي عليه شيئا لم يفتحه لأحد قبلي. മുൻപൊരാളും പുകഴ്ത്താത്ത രീതിയിൽ, സ്തുതിക്കാത്ത രീതിയിൽ അള്ളാഹുവിനുള്ള സ്തുതിയും പുകഴ്ത്തലും അള്ളാഹു എനിക്കപ്പോൾ തോന്നിപ്പിക്കും. അവനെ സുജൂദിലായിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തും. ثم يقال, അങ്ങനെ എന്നോ പറയപ്പെടും, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഇർഫഅ റഅസക്, നീ തല ഉയർത്തിക്കോ. സൽ തുഅതഹ്, നീ ചോദിക്ക്, നിനക്ക് നൽകപ്പെടും. ഇശ്ഫഅ തുശഫഅ, നീ ശുപാർശ ചെയ്യ്, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും. ഫഅർഫഉ റഅസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്റെ തല ഉയർത്തും. ഫഖൂൽ, എന്നിട്ട് പറയും, യാ റബ്ബി ഉമ്മതി ഉമ്മതി, റബ്ബേ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. فيقال يا محمد, അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ്, അദ്ഖിലിൽ ജന്നത മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹി മിൻ അൽ ബാബിൽ അയ്മൻ മിൻ അബ്വാബിൽ ജന്ന. നീ നിന്റെ ഉമ്മത്തിൽ നിന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ ആ സ്വർഗത്തിന്റെ വലതുഭാഗത്തെ കവാടത്തിലൂടെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ആളുകൾ പ്രവേശിപ്പിക്കും. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശനം ആരംഭിക്കുന്ന അപ്പോഴാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ശുപാർശയാണ് ഷഫാഅത്തുൽ ഉദ്മ, അഥവാ വിചാരണ ആരംഭിക്കാനുള്ള ആ ശുപാർശക്കാണ് എന്ത് ഷഫാഅത്തുൽ ഉദ്മ എന്ന് പറയുന്നത്.
രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിട്ടുള്ളത് അശ്ശഫാഅതു ലി അഹ്ലിൽ ജന്നതി ഫിൽ ഇദ്നി ലഹും ഫീ ദുഖൂലിഹാ, സ്വർഗാവകാശികൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആ ശുപാർശ. അതായത് വിചാരണ ആരംഭിക്കാനാണിത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ വേണം. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ കവാടത്തിലെ കാവൽക്കാർ ചോദിക്കും, ആരാണ് ചോദിക്കും? പറയും മുഹമ്മദാണ് പറയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുറക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കവാടം തുറക്കും. അപ്പൊ അതിനുള്ള ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായിട്ടുള്ള ശുപാർശ എന്ന് പറഞ്ഞാൽ അശ്ശഫാഅതു ഫീ തഖ്ഫീഫിൽ അദാബി അൻ അമ്മിഹി അബീ ത്വാലിബ്, തന്റെ പിതൃവ്യനായിട്ടുള്ള അബൂ താലിബിന്റെ ശിക്ഷ ലഘൂകരിക്കാൻ, നരകത്തിലെ ശിക്ഷ ലഘൂകരിക്കാനുള്ള ശുപാർശ. അബൂ താലിബിനുള്ള ഒരു ശുപാർശയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. കാരണം ആ നരകത്തിലെ ശിക്ഷകളിൽ ഏറ്റവും ചെറിയൊരു ശിക്ഷ അനുഭവിക്കുന്ന ആളാണത് അബൂ താലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലായിരുന്നെങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിൽ കിടക്കുമായിരുന്നു. ആ ശിക്ഷ തന്നെ ഏറ്റവും വലിയ ശിക്ഷയായിട്ടാണ് അബൂ താലിബിന് തോന്നുക. അപ്പൊ ഈ മൂന്നെണ്ണം ആർക്ക് മാത്രമേ ഉള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള സ്വാലിഹ്യങ്ങളും ശുഹദാക്കളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള 3 ശുപാർശകളുണ്ട്. അതൊന്ന് മൊത്തത്തിൽ നാലാമത്തേത് അശ്ശഫാഅതു ഫീ റഫ്ഇ ദറജാതി ഖൗമിൻ മിൻ അഹ്ലിൽ ജന്നതി വസിയാദതി സവാബിഹിം, സ്വർഗാവകാശികളുടെ ദറജകൾ വർദ്ധിക്കാൻ അതുപോലെ അവരുടെ പ്രതിഫലം വർദ്ധിക്കാനുള്ള ശുപാർശ. സ്വർഗത്തിൽ എത്ര 100ഓളം ദറജകളുണ്ട്. അതിന്റെ മേലെ അഹ്ലുൽ ഖുറഫുകളുണ്ട്. അപ്പൊ ആ ദറജകൾ ഉയർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ, അതുപോലെ ബാക്കിയുള്ള സ്വാലിഹ്യങ്ങളുടെയും ചിലപ്പോ മക്കളുടെ ഒക്കെ ശുപാർശ കൊണ്ടെല്ലാം സാധിക്കുന്ന കാര്യമാണ്. അതിൽ പോച്ചുണ്ടോ? അശ്ശഫാഅത്തുൽ ഖാമിസതു, അഞ്ചാമത്തേത് അഥവാ മൊത്തത്തിലുള്ള അഞ്ചാമത്തേത് അശ്ശഫാഅത്തു ഫീ ഖൗമിൻ ഇസ്തഹഖു ദുഖൂല അന്നാരി ബിമആസിഹിം ഫയശ്ഫഉ ഫീഹിം അല്ലാ യദ്ഖുലൂഹാ, അഥവാ തൗഹീദുള്ള ആളുകൾ, അവർ പാപങ്ങൾ കാരണത്താൽ അവരുടെ മേലെ നരകം നിർബന്ധമായിട്ടുണ്ടാവും. നരകത്തിന് അവകാശിയാകുന്ന പാപങ്ങൾ ചെയ്തിട്ടുള്ള തൗഹീദുള്ള ആളുകൾ, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ശുപാർശ. ആറാമത്തേത് അശ്ശഫാഅത്തു ഫീ ഖൗമിൻ ദഖലൂ അന്നാറ ബിദുനൂബിഹിം ഫയുഖ്രിജൂന മിൻഹാ, അവരുടെ തിന്മകൾ കാരണത്താൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട തൗഹീദുള്ള ആളുകൾ, അവരെ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശുപാർശ. ഇങ്ങനെ 6 തരത്തിലാണ് പരലോകത്ത് ശുപാർശ ഉണ്ടാവുക. അതിലാദ്യം പറഞ്ഞ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. ഇനി ഈ ശഫാഅത്തിനെ നിഷേധിക്കുന്ന പിഴച്ച വിഭാഗങ്ങൾ, പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളാണ് ഖവാരിജുകളും മുഅ്തസിലിയാക്കളും. ഇവര് രണ്ടും ഈ ശഫാഅത്തിനെ നിഷേധിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ് വൻപാപം ചെയ്ത വ്യക്തി കാഫിറാണ് എന്നുള്ളത് പരലോകത്ത്. അതിലും അവർ തമ്മിൽ ചില വ്യത്യാസമുണ്ട്. പക്ഷെ പരലോകത്ത് വൻപാപം ചെയ്ത ആളുകൾ കാഫിറാണ്. അപ്പൊ ആ വൻപാപം ചെയ്ത ആളുകൾ നരകത്തിൽ കടന്നാൽ പിന്നെ അവർക്ക് എന്തില്ല, പുറത്തേക്ക് കിടക്കാൻ സാധിക്കൂല. അപ്പൊ ശുപാർശയിൽ എന്തുണ്ട്? നരകത്തിൽ പ്രവേശിച്ച ആളുകൾ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ശുപാർശ ചെയ്യുമ്പോൾ അല്ലാഹു തആല പറയും അഖ്രിജ് മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ശഈറത്തിൻ മിൻ ഈമാൻ, ഒരു ബാർലിയുടെ അത്രയെങ്കിലും ഈമാൻ ഉള്ള ആളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും. വീണ്ടും ശുപാർശ ചെയ്യുമ്പോൾ ഒരു ഗോതമ്പിന്റെ മണിയോളം ഈമാനുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും. വീണ്ടും ശുപാർശ ചെയ്യുമ്പോൾ അതിനേക്കാൾ ചെറിയ തരത്തിൽ ഈമാനുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും. വീണ്ടും പറയുമ്പോൾ നമ്മുടെയൊക്കെ പറയാൻ ഒരു അറ്റോമിക് സൈസ് അത്രയും കുറച്ച് ഈമാനുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും. വീണ്ടും ശുപാർശ 4മതും പറയുമ്പോൾ അല്ലാഹു തആല പറയും അതിനേക്കാൾ കുറവ് എന്തെങ്കിലും ഒരു ഈമാന്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അല്ലാഹു തആല പറയും. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം എന്ത് നടക്കൂല? ഈ പുറത്തേക്ക് കൊണ്ടുവരൽ നടക്കൂല. ശുപാർശ കൊണ്ട് പുറത്തേക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും? ശഫാഅത്തിനെയും അവർ നിഷേധിക്കും. ഇതിന്റെ തുടർച്ചയായിട്ട് ഇമാം അഹ്മദ് അതിൽ തന്നെ പറഞ്ഞ കാര്യമാണ് വബിഖൗമിൻ യഖ്റുജൂന മിനൻ നാർ ബഅദ മഹ്തറഖു വസാറു ഫഹ്മൻ, നരകത്തിൽ എറിഞ്ഞതിന് ശേഷം കരിക്കട്ടയായി മാറിയതിന് ശേഷം എന്താവും? സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകൾ.
അങ്ങനെയുണ്ട്. അഥവാ നരകത്തിൽ പ്രവേശിച്ച മുവഹിദീങ്ങളായിട്ടുള്ള ആളുകൾ, തൗഹീദ് ഉണ്ടായിരിക്കും, പക്ഷെ അവർ പാപങ്ങളിൽ മുഴുകിയ ആളുകളായിരിക്കും. തൗഹീദിന്റെ അസ്ല അവരിൽ നിന്ന് പോയിട്ടുണ്ടാകില്ല. തൗഹീദിന്റെ ഒരു ഫضലാണത്. തൗഹീദിന്റെ അസ്ല അവരിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല, പക്ഷെ പാപങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. ചിലപ്പോൾ വ്യഭിചരിച്ചിട്ടുണ്ടാവാം, മദ്യപിച്ചിട്ടുണ്ടാവാം, കൊലപാതകം ചെയ്തിട്ടുണ്ടാകാം, മറ്റു പല തിന്മകളും ഉണ്ടാകാം, പക്ഷെ തൗഹീദിന്റെ അസ്ല ഉണ്ടാകും. അവർ നരകത്തിൽ കിടന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഹദീസ് നമുക്ക് വായിക്കാം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. യുദ്ഖിലുല്ലാഹു അഹ്ലൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. യുദ്ഖിലു മൻ യശാഉ ബിറഹ്മതിഹി, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കാരുണ്യം കൊണ്ട് പ്രവേശിപ്പിക്കും. വയുദ്ഖിലു അഹ്ലൻ നാരി അന്നാറ, നരകാവകാശികളെ നരകത്തിൽ പ്രവേശിപ്പിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് പറയും, ഉൻദുറു മൻ വജദ്തും ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ മിൻ ഈമാൻ ഫഅഖ്രിജൂഹു. നരകാവകാശികളെ നോക്കിയിട്ട് പറയും, അതിൽ എന്തെങ്കിലും ഒരു അംശം ഈമാനുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയും. فيخرجون حمما منها قد امتحشوا فيلقون في نهر الحياة أو الحياة. അങ്ങനെ ആ നരകത്തിൽ നിന്ന് എടുക്കും കരിക്കട്ട പോലെ കരിഞ്ഞു പോയ ആളുകളെ, എന്നിട്ട് അവരെ നെഹ്റുൽ ഹയാ അല്ലെങ്കിൽ മാ ഉൽ ഹയാത്ത് എന്നെല്ലാം പറയുന്ന ജീവൻ നൽകുന്ന അരുവി എന്നുള്ള അരുവിയിൽ അതിൽ മുക്കും. ഫയംബുതൂന ഫീഹാ കമാ തുൻബത്തുൽ ഹിബ്ബത്ത് ഫീ ജാരിബിസ് സൈൽ, ഒരു കതിരിൽ നിന്ന് അതിന്റെ കതിരുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ അവർ എന്താകും, പഴയ പോലെ നല്ല രീതിയിൽ അവരെ കരിക്കട്ടയെല്ലാം മാറി നല്ല രീതിയിലായിട്ട് വരികയും അവർ നല്ല രീതിയിൽ പഴയ പോലെ ആവുകയും പിന്നീട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ഷഫാഅത്തുണ്ട്. ഈ 6 തരത്തിലാണ് ഷഫാഅത്തുള്ളത്. അതിൽ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. അതിനെ നിഷേധിക്കുന്ന ഖവാരിജുകളും മുഅ്തസിലിയാക്കളും നിഷേധിക്കാനുള്ള കാരണം, വൻപാപം ചെയ്ത് നരകത്തിലായി കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവർ കാലാകാലം നരകത്തിലാണ് എന്നുള്ള അവരുടെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ഷഫാഅത്തിനെ നിഷേധിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നരകത്തിൽ പ്രവേശിച്ച് കത്തിക്കരിഞ്ഞാലും തൗഹീദിന്റെ അംശമുള്ള ആളുകളെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അടുത്തത് അൽ ഈമാനു അന്നൽ മസീഹ ദജ്ജാൽ ഖാരിജുൻ മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ. അടുത്തത് മസീഹു ദജ്ജാൽ പുറപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മസീഹു ദജ്ജാലിന്റെ 2 കണ്ണുകൾക്കിടയിലായിട്ട് കാഫിർ അല്ലെങ്കിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ടാകും. വൽ അഹാദിസു അല്ലതി ജാഅത് ഫീഹി, ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. വൽ ഈമാനു ബി അന്ന ദാലിക കായിനുൻ, അതെന്തായാലും സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. വ അന്ന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം യൻസിലു ഫയഖ്തുലുഹു ബിബാബിലുദ്ദിൻ, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുകയും ആകാശത്ത് നിന്ന് ഇറങ്ങുകയും ബാബുൽ ലുദ്ദിൽ വെച്ച്, ഫലസ്തീനിലെ ഒരു പ്രദേശമാണ്, ബാബുൽ ലുദ്ദിൽ വെച്ച് ദജ്ജാലിനെ വധിക്കും എന്നുള്ളത് ദജ്ജാലുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട കാര്യമാണ്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള, ഖുർആനിൽ ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടില്ല, പരാമർശിച്ചിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ദജ്ജാലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാം മുൻപ് ഒരിക്കൽ ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം വിശദീകരിച്ച് ഒരു ദർസ് എടുത്തിട്ടുണ്ട്. കേൾക്കാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ പിന്നെ ആ ദർസ് അതിന്റെ ഓഡിയോ എല്ലാം കേൾക്കാവുന്നതാണ്. ഇവിടെ ചുരുക്കി നമ്മൾ ആ വിഷയം പറയാം. അപ്പൊ ദജ്ജാൽ എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ ചെറുതും വലുതുമായിട്ട് പ്രധാനമായും വേർതിരിച്ചിട്ടുണ്ട്. അതിൽ വലുതിൽ പ്രധാനപ്പെട്ട 2 അടയാളങ്ങളായിട്ട് അതിന്റെ തുടക്കം ഇമാം മഹ്ദി നിയോഗിക്കപ്പെടുന്നതാണ്. അതിൽ വലുതായി ഒന്ന് പറയുന്നത് ദജ്ജാലിന്റെ പുറപ്പെടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തുമെല്ലാം എന്താണ്, അന്ത്യനാളിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാനും അന്ത്യനാളും ഈ 2 വിരലുകൾ പോലെയാണ് അയച്ചിട്ടുള്ളത്, അഥവാ വളരെ അടുത്താണ് ഉണ്ടാവുക എന്നുള്ളത്. വേറെ ചില ഹദീസുകളിൽ അസറും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അന്ത്യനാളിനും ഇടയിലുള്ളത്, വളരെ അടുത്താണ് എന്നുള്ളത്. ദജ്ജാലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ദജ്ജാൽ ബനു ആദം, മനുഷ്യനാണ്, വേറെ പ്രത്യേക ജിന്നോ അല്ലെങ്കിൽ വേറെ വർഗത്തിൽപ്പെട്ടതല്ല, മനുഷ്യൻപ്പെട്ടവനാണ്. ദജ്ജാൽ വരുമ്പോൾ ആദ്യം സാലിഹായ ഒരു വ്യക്തിയാണെന്ന് വാദിക്കും, പിന്നീട് നബിയാണെന്ന് വാദിക്കും, പിന്നീട് റബ്ബാണെന്ന് വാദിക്കും. അന റബ്ബുക്കും എന്ന് അവൻ പറയും. അവൻ കാഫിറാണ്. അവനെ മസീഹ് എന്ന് പറയാനുള്ള കാരണങ്ങൾ പലതുണ്ട്. അതിലൊന്ന്, അവന്റെ വലത്തെ കണ്ണ് തുടച്ച് നീക്കപ്പെട്ട, മംസൂഹ് എന്ന് പറഞ്ഞാൽ തുടച്ച് ഇല്ലാത്ത അവസ്ഥയിലാണ് പറയാം, പിന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് മസീഹ് എന്ന് പറയുന്നുണ്ട്. വേറെയും ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ദജ്ജാൽ എന്ന് പേര് പറയാനുള്ള കാരണം, ദജ്ജല എന്ന് പറഞ്ഞാൽ ധാരാളം കളവ്,
കളവുകളുള്ള ആളാണ്. അതുകൊണ്ടാണ് ദജ്ജാൽ എന്ന് പറയാനുള്ള കാരണം. അതുപോലെ തന്നെ അവൻ സാഹിറാണ്. സാഹിറന്മാരെയും ദജാജലത്തുള്ളവർ എന്ന് പറയും, അഥവാ ധാരാളം കളവ് പറയുന്നവർ. അന്ത്യനാളിന്റെ അടുത്താണ് ദജ്ജാല് പുറപ്പെടുക. അത് അന്ത്യനാളിന്റെ വലിയ ലക്ഷണത്തിൽ പെട്ടതാണ്. ദജ്ജാൽ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും പ്രവേശിക്കും, മക്കയും മദീനയും ഒഴികെ. അവിടേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് വാളുകളുമായി കാവൽ നിൽക്കുന്ന മലക്കുകൾ അവിടെ ഉണ്ടാകും. അവന് പ്രവേശിക്കാൻ സാധിക്കില്ല, മക്കയിലേക്ക് തീരെ സാധിക്കില്ല. എന്നാൽ മദീനയുടെ അടുത്ത് വരെ എത്തിയിട്ട് മദീനയുടെ അടുത്ത ഉയർന്ന ഒരു പ്രദേശത്ത് നിൽക്കും. എന്നിട്ട് മദീനയെ നോക്കും. മദീന 3 തവണ ആ സമയത്ത് വിറകൊള്ളും. എന്നിട്ട് ആ മദീനയിലുള്ള മുനാഫിഖീങ്ങളായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും, ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഈ പുറത്തേക്ക് വരികയും ദജ്ജാലിനെ പിൻപറ്റി വരുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവന്റെ ഫിത്ന ഭയങ്കരമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നബിമാർ ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമാണെന്ത്? ദജ്ജാലിന്റെ ഫിത്ന എന്നുള്ളത്. അവന്റെ ഫിത്നയിൽപ്പെട്ട ചിലത്, അവന്റെ കയ്യിൽ സ്വർഗത്തിന്റെ ഒരു രൂപമുണ്ടാകും, സ്വർഗം പോലെയുള്ള അവസ്ഥ ഉണ്ടാകും. അവന്റെ കയ്യിൽ നരകമുണ്ടാകും. യഥാർത്ഥത്തിൽ അവന്റെ നരകം എന്താണ്? അതാണ് യഥാർത്ഥത്തിൽ സ്വർഗം. അവന്റെ സ്വർഗം യഥാർത്ഥത്തിൽ നരകവുമാണ്. അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്നതുണ്ടാകും, ഒഴുകുന്ന വെള്ളം ഉണ്ടാകും സ്വർഗത്തിൽ. അതുപോലെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ അവന്റെ 2 കണ്ണുകൾക്കിടയിൽ കഫറ എന്നോ കാഫിർ എന്നോ എഴുതിയിട്ടുണ്ടാകും. എല്ലാ മുഅ്മിനും, എഴുത്തും വായന അറിയുന്നവനാണെങ്കിലും അറിയാത്തവനാണെങ്കിലും മുഅ്മിനീങ്ങൾ, യഥാർത്ഥ ഈമാനുള്ളവർ അത് വായിക്കും. അവന്റെ ഫിത്നയിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ്, അവൻ ആകാശത്തിനോട് മഴ വർഷിക്കാൻ കൽപ്പിക്കുമ്പോൾ മഴ പെയ്യും. അതുപോലെ തന്നെ ഭൂമിയിൽ ചെടികൾ മുളക്കാൻ പറയുമ്പോൾ ചെടി മുളക്കും. അതൊക്കെല്ലാം എന്താണ്? മുഅ്മിനി ഈമാനുള്ളവരെ പരീക്ഷിക്കാനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ച് കാണില്ല. അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റബ്ബാണെന്ന് പറഞ്ഞ് എന്ത് കാണിച്ചിട്ട് ആര് വന്നാലും എന്തല്ല, റബ്ബല്ല എന്നൊരു മുഅ്മിൻ വിശ്വസിക്കണം. അപ്പോ പരീക്ഷിക്കാൻ. അതുപോലെ തന്നെ പ്രദേശങ്ങളിലുള്ള നിധികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറയുമ്പോൾ ആ പ്രദേശത്ത് നിധികൾ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഒരുപാട് ഫിത്നകൾ അവനെ കൊണ്ടുണ്ടാകും. ആ സമയത്ത് ഒരു വ്യക്തി അവന്റെ അടുക്കലേക്ക്, ഒരു ഈമാനുള്ള വ്യക്തി അവന്റെ അടുക്കലേക്ക് വരികയും ആ വ്യക്തിയെ 2ആയിട്ട് കീറി മുറിച്ച് അതിന്റെ നടുവിലൂടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. വീണ്ടും ജീവൻ വരാൻ പറയുമ്പോൾ വീണ്ടും യോജിച്ചു വരും. എന്നിട്ട് ചോദിക്കും, ഇപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കും. ആദ്യം വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ദജ്ജാൽ പറയും, അപ്പൊ ഈ വ്യക്തി പറയും, മസ്ദദ്തു ഫീക ഇല്ലാ ബസീറ, എനിക്കിപ്പോ ഉറപ്പായി എന്താണ്, നീ തന്നെയാണ് ദജ്ജാലി എന്ന് എനിക്ക് ഉറപ്പായി. പക്ഷെ ആളുകളോട് ദജ്ജാലി പറയും, ഞാനിത് അവനെ കൊന്നിട്ട് വീണ്ടും ജീവിപ്പിച്ചിട്ടുണ്ട്, ഞാനല്ലേ റബ്ബ് പറയും. അവരൊക്കെ പറയും നിങ്ങൾ തന്നെയാണ്. പക്ഷെ ആ വ്യക്തി എന്താവൂല, അത് അംഗീകരിക്കൂല. ആ വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, ഹാദർ റജുലു അഅ്ളമുൻ നാസി ഷഹാദതൻ ഇൻദ റബ്ബിൽ ആലമീൻ, ഈ വ്യക്തിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ ഷഹീദിന്റെ സ്ഥാനത്ത് എത്തുന്നത്. ഇതുപോലെ ധാരാളം ദജ്ജാലുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ദജ്ജാൽ വരുന്നതും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് മുമ്പെടുത്ത ദർസുകൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. അപ്പൊ ദജ്ജാലിന്റെ ഫിത്ന, അപ്പൊ ദജ്ജാൽ പുറപ്പെടുമെന്നുള്ള നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദജ്ജാലിന്റെ ഫിത്ന വളരെയധികം ഭയപ്പെടുകയും വേണം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് സഹാബികൾ പറയുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ ദജ്ജാലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരം വരെ സഹാബികളുടെ മുഖത്ത് അതിന്റെ പേടി ഉണ്ടാവും. രാവിലെ ദജ്ജാലിനെ പറ്റി വിശ്വാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കാണുമ്പോഴും സഹാബികളുടെ മുഖത്തെ ഭയം കണ്ടിട്ട് റസൂലുള്ളാഹി ചോദിക്കും എന്താണ് അതിനുള്ള കാരണം. അപ്പൊ ദജ്ജാലിനെ പറ്റി പരാമർശിച്ചതാണ് എന്ന് അവർ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സമിഅ ബിദ്ദജ്ജാൽ ഫൽയൻഅ മിൻഹു, ആരെങ്കിലും ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവനിൽ നിന്ന് ഓടി അകലണം. ഒന്ന് നോക്കി നോക്കട്ടെ പറഞ്ഞ് നോക്കണമല്ലോ, അവിടെ എന്ത് ചെയ്യണം? ഓടി രക്ഷപ്പെടണം, അകന്നു പോകണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ ഖൽഖുൻ അക്ബർ മിനദ് ദജ്ജാൽ, അല്ലെങ്കിൽ അംറുൻ അക്ബർ മിനദ് ദജ്ജാൽ, ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ളതിൽ ദജ്ജാലിനെ പോലെ ഗൗരവമുള്ള ഒരു ഫിത്ന, ഒരു സൃഷ്ടി ഇല്ലാന്ന, അത്രയും വലിയ പരീക്ഷണ. എത്ര കാലം ദജ്ജാൽ ഭൂമിയിൽ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 40 യൗമൻ, 40 ദിവസം എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ്? അതിലെ ഒന്നാമത്തെ ദിവസം ഒരു വർഷം ഉണ്ടാവും. അതായത് സൂര്യൻ ഉദിച്ച് പിന്നെ സൂര്യൻ അസ്തമിക്കുക 365 ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ടായിരിക്കും. രണ്ടാമത്തേത് ഒരു മാസം ഉണ്ടാകും. മൂന്നാമത്തേത് ഒരാഴ്ചയോളം ഉണ്ടാകും. ബാക്കിയുള്ള ദിവസങ്ങൾ സാധാരണ പോലെ ആയിരിക്കും. അപ്പൊ സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ആ സമയത്ത് ചോദിച്ചു.
അപ്പോ അത് 24 മണിക്കൂറുകൾ കണക്കാക്കിയിട്ട് ഒരു ദിവസം കണക്കാക്കിയിട്ട് 5 വക്ത നിസ്കാരങ്ങൾ നിസ്കരിക്കണം. ഫഖ്ദുറൂ ലഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് സൂര്യൻ ഉദിച്ച് 365 ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ ദിവസം അസ്തമിക്കുക. പിന്നെ സൂര്യൻ ഉദിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞിട്ടാണ് അസ്തമിക്കുക. പിന്നെ സൂര്യൻ ഉദിച്ച് 7 ദിവസം കഴിഞ്ഞിട്ടാണ് അസ്തമിക്കുക. പിന്നെ സാധാരണ പോലെയാണ് ഉണ്ടാവുക. അപ്പൊ ദജ്ജാലിന്റെ ഫിത്ന വളരെ ഭയാനകമായിട്ടുള്ള ഗൗരവമായിട്ടുള്ളതാണ്. ഒരു നബിയും ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകാതെ കഴിഞ്ഞു പോയിട്ടില്ല. പിന്നീട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഈ റിസാലയിൽ പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുകയും ദജ്ജാലിനെ വധിക്കുകയും ചെയ്യും. അതാണ് ദജ്ജാലിന്റെ അവസാനം. ദജ്ജാലിന്റെ അവസാനം അങ്ങനെയാണ്. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കണ്ടുമുട്ടുകയും ദജ്ജാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുമ്പോൾ തന്നെ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നത് പോലെ ദജ്ജാൽ ഉരുകിപ്പോകും. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കുകയും ചെയ്യും. അത് ഫലസ്തീനിലെ ബാബുൽ ലുദ്ദിൽ വെച്ചാണ്. ബാബുൽ ലുദ് പറഞ്ഞൊരു പ്രദേശം അന്നുണ്ട്. ഇന്ന് ഏകദേശം ചരിത്രകാരന്മാർ, ഖുർആനുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഫലസ്തീനിലെ എയർപോർട്ടും മറ്റും നിൽക്കുന്ന ആ ഭാഗമാണ് ബാബുൽ ലുദ് എന്നാണ്. അല്ലാഹു അലം. എന്തായാലും ഫലസ്തീനിലെ ബാബുൽ ലുദ് എന്ന പ്രദേശത്തിൽ വെച്ച് ദജ്ജാലിനെ വധിക്കുകയും ചെയ്യും. ഇത് നമ്മൾ വിശ്വസിക്കേണ്ട സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് നിഷേധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ദജ്ജാല് പറഞ്ഞൊരു സൃഷ്ടിയില്ല, അങ്ങനൊന്നും കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല, അതുണ്ടാകില്ല എന്നുള്ള നിലക്ക് പറയുന്ന ധാരാളം പിഴച്ചവാദക്കാരുണ്ട്. എന്നാൽ ശരിയല്ല. ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ധാരാളം സഹാബികൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സ്വഹീഹായുള്ള ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അടുത്തത് ഇമാം അഹ്മദ് ഈ റിസാലയിൽ പറയുന്നു, അൽ ഈമാനു ഖൗലുൻ വഅമലുൻ യസീദു വയൻഖുസു. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വാക്കും പ്രവൃത്തിയുമാണ്. അത് കൂടുകയും കുറയുകയും ചെയ്യും. കമാ ജാഅ ഫിൽ ഖബർ, ഹദീസിൽ വന്നതുപോലെ അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ ഈമാനുള്ളവൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്. ഇവിടെ പറയുന്ന വിഷയം ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ട്. അപ്പൊ എന്താണ് ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും ഈ വിഷയത്തിൽ പിഴച്ച വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ ഇർജാഇന്റെ വാദക്കാരാണ്. മുർജിആക്കൾ എന്ന് പറയും. അതായത് അഹ്ലുസുന്ന വൽ ജമാഅ ഈമാനിന് കൊടുത്ത തഅരീഫ്, ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കുണ്ടായിരിക്കണം, അത് പറഞ്ഞിരിക്കണം. തസ്ദീഖ് ഉണ്ടായിരിക്കണം, കൽബിൽ ഉറപ്പിച്ചിരിക്കണം. മൂന്നാമത്തേത് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യവുമായിരിക്കണം. അത് സൽക്കർമ്മങ്ങളെ കൊണ്ട് വർദ്ധിക്കുകയും പാപങ്ങളെ കൊണ്ട് കുറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ തെളിവുകൾ നമുക്ക് പറയാം. എന്നാൽ മുർജിആക്കൾ, പിഴച്ച വിഭാഗക്കാർ പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്ത് മതി? വാക്ക് മതി. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുഅ്മിനാണ്. അല്ലെങ്കിൽ ഒരാൾ ഷഹാദത്ത് നാവ് കൊണ്ട് കേവലം ചെയ്താൽ തന്നെ അവന്റെ ഈമാൻ എന്തായി? പൂർണ്ണമായി. ഇനി അവൻ കള്ളുടിച്ചാലും വ്യഭിചരിച്ചാലും എന്ത് ചെയ്താലും അവന്റെ ഈമാൻ എന്താണ്? ഏറ്റവും ഈമാനുള്ള ഏതൊരാളാണോ അയാളെ പോലെയാണ്. ഉദാഹരണത്തിന് ഏറ്റവും ഈമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് വിചാരിക്കും. അത് ഈമാനുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് തെമ്മാടിത്തരങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ ഈമാനും ഒരേപോലെയാണ് എന്നാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വാദം. അത് പിഴച്ചൊരു വാദമാണ്. ഇനി നമ്മൾ ഈമാനുമായി ബന്ധപ്പെട്ട് അതിന് ഖുർആനിൽ നിന്ന് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ സൂറത്ത് മുദ്ദസിറിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വയസ്ദാദല്ലദീന ആമനു ഈമാന. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കും. വഇദാ മാ ഉൻസിലത് സൂറത്തു, മറ്റൊരായത്ത് സൂറത്ത് തൗബയിൽ, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദത്ഹു ഹാദിഹി ഈമാന. സൂറത്തുകൾ ഇറങ്ങുമ്പോൾ, ഖുർആനിലെ സൂറത്ത് ഇറങ്ങുമ്പോൾ അവർ ചോദിക്കും, ആർക്കാണ് ഇതുകൊണ്ട് ഈമാൻ വർദ്ധിച്ചത്? ഫഅമ്മല്ലദീന ആമനു ഫസാദത്തുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. മുഅ്മിനീങ്ങൾക്ക് എന്താകും? അവരുടെ ഈമാൻ വർദ്ധിക്കും. അതുപോലെ ധാരാളം ആയത്തുകൾ നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആയത്തുകളിൽ ഈമാൻ കൂടുന്ന ഒരു കാര്യമാണ് എന്ന നിലക്ക് പറഞ്ഞത് കാണാം. അപ്പൊ ഈമാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്ന സൽക്കർമ്മങ്ങൾ, ത്വാഅത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈമാനിൽ വർധനവുണ്ടാവും. പാപങ്ങൾ ചെയ്താലോ ഈമാനിൽ കുറവുമുണ്ടാകും. അതറിയപ്പെട്ട കാര്യമാണ്. ഇനി ഈ വിഷയത്തിൽ പിഴച്ചുപോയിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. അഥവാ ഈമാൻ
ഖൗലും അമലും വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി, അല്ലെങ്കിൽ ഖൗലും അമലും നിയ്യത്തും വേണ്ട ഈമാനിൽ, അതിലേതെങ്കിലും ഒന്ന് മതി എന്ന് പറയുന്ന ആളുകൾ പ്രധാനമായും പിഴച്ചത് 4 വിഭാഗങ്ങളായിട്ടാണ്. ഒന്നാമത്തെ വിഭാഗം അൽ ജഹ്മിയാക്കൾ. അവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ മഅരിഫത്ത് മതി, അതായത് അള്ളാഹിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞില്ലെങ്കിലും വേണ്ട, പ്രവർത്തിച്ചില്ലെങ്കിലും വേണ്ട, അള്ളാഹ് ഉണ്ട് എന്നുള്ള ഒരു അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അതുണ്ടായാൽ മതി. എന്തിന്? ഈമാനുള്ള ഒരാളാവാൻ. അവൻ മുഅ്മിനാണ്. ഇങ്ങനെയുള്ള ആളുകളോട് ഉലമാക്കൾ മറുപടി പറയാറുള്ളത് അത് ഈമാനു ഇബ്ലീസ്, ഇബ്ലീസിന്റെ ഈമാനാണ്. കാരണം ഈ ഇബ്ലീസിന് എന്താ അറിയാം? അള്ളാഹിനെ അറിയാത്ത വല്ല കുറവുണ്ടോ? ഇല്ല. അള്ളാഹിനെ നന്നായിട്ട് അറിയുന്ന ആളാണ് ആര്? ഇബ്ലീസ്. പക്ഷെ ഇബ്ലീസ് കുഫ്ർ കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? പക്ഷെ അള്ളാഹിനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അള്ളാഹിനെ അറിയുക എന്നുള്ളതല്ല ഈമാൻ. ജഹ്മിയാക്കളുടെ വാദം അതാണ്. രണ്ടാമത്തേത് മുഹമ്മദ് ബിൻ കറാം എന്ന വ്യക്തിയുടെ പിൻഗാമികളായിട്ട് വന്ന പിഴച്ച വിഭാഗമാണ് കറാമിയാക്കൾ എന്നുള്ളത്. അവരുടെ വാദപ്രകാരം ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി. ഇത് ഇർജായിന്റെ വാദത്തിൽ തന്നെ വ്യത്യസ്ത അവസ്ഥകളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നു ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും അമലും നിയ്യത്തും, ഈ 3 ഉൾക്കൊണ്ടതാണ്. എന്നാൽ അതിനെ എതിർത്ത് നിൽക്കുന്ന മുർജിആക്കൾ അവർ പറയുന്നു ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തില്ല, പിന്നെ ഖൗലോ അമലോ പ്രത്യേകിച്ച് ഉണ്ടാകണമെന്നില്ല, ഒന്നെങ്കിൽ ഖൽബിൽ മാത്രം മതി, അല്ലെങ്കിൽ പിന്നെ സംസാരം മാത്രം മതി, വാക്കിൽ മാത്രം മതി എന്നുള്ളത്. മുർജിയാക്കൾ പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ജഹ്മിയാക്കൾ. അവരുടെ വാദപ്രകാരം ഈമാൻ എന്ന് പറഞ്ഞാൽ മഅരിഫത്താണ്, അള്ളാഹുവിനെ അറിഞ്ഞാൽ മാത്രം മതി. അവൻ നാവ് കൊണ്ട് പറയണമെന്നില്ല, അവന് പ്രവർത്തിക്കണമെന്നില്ല, അള്ളാഹുവിനെ അറിഞ്ഞാൽ മതി. അതിന് ഉലമാക്കൾ പറയാറുള്ളത് ഈമാനു ഇബ്ലീസ് എന്നാണ്. രണ്ടാമത്തേത് മുഹമ്മദ് ബിൻ കറാം എന്ന വ്യക്തിയുടെ പിൻഗാമികളായി വന്ന കറാമിയാക്കൾ. ഇതൊക്കെ മുർജിയ വാദത്തിന്റെ ഓരോ ഇനങ്ങളായിട്ടാണ് പറയുന്നത്. ഇവരുടെ വാദപ്രകാരം നാവ് കൊണ്ട് പറഞ്ഞാൽ മതി. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവന്റെ ഈമാൻ എന്തായി? ശരിയായി, പൂർണ്ണമായി. ഞാൻ എന്ത് ചെയ്താലും അവന്റെ ഈമാൻ എന്താണ്? എപ്പോഴും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തെ വിഭാഗം മാതുരീദി അശാഇറ, മാതുരീദിയാക്കളും അതുപോലെ അശ്അരികളുമായിട്ടുള്ള ആളുകൾ. അവർ യഥാർത്ഥത്തിൽ പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖ്, ഖൽബിൽ സത്യപ്പെടുത്തിയാൽ മാത്രം മതി. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. നാവുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിലും സത്യപ്പെടുത്തിയാൽ മതി, അത് ഈമാൻ ഉള്ളതിന്റെ അടയാളമാണ്, അതാണ് ഈമാൻ എന്നവരുടെ വാദം കാണാം. യഥാർത്ഥത്തിൽ ഈ സത്യപ്പെടുത്തലും ജഹിമയാക്കണം ആരിഫും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതും അതുപോലെ സത്യപ്പെടുത്തുക എന്നുള്ളതും ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. നാലാമത്തെ വിഭാഗം അത് കുറച്ച് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. അവരെ മുർജിഅത്തുൽ ഫുഖഹ എന്നാണ് പറയുക, ഇർജാഉൽ ഫുഖഹ എന്നെല്ലാം അറിയപ്പെടും. അവർ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് അമല് ഈമാനിന്റേതല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവർ പറയുന്നൊരു വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനിന്റെ ഒരു ഭാഗമായിട്ട് ഈമാനിന്റെ താരീഫ് പറയുമ്പോൾ പ്രത്യേകം പറയണ്ട. അതായത് അമലുകളൊക്കെ ഈമാന്റെ ഭാഗമാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഈമാൻ എന്താണെന്ന് പറയുമ്പോൾ എന്ത് പറയണ്ട? അമലിനെ അതിനോടൊപ്പം പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഫുഖഹാക്കളുടെ ഒരു വിഭാഗം. ഇമാം അബു ഹനീഫയെല്ലാം ആ അഭിപ്രായമായിരുന്നെന്ന് കാണാൻ സാധിക്കും. പക്ഷെ അത് നേരത്തെ പറഞ്ഞ ഇർജാഇന്റെ ശക്തമായ വാദത്തിനോട് യോജിച്ചിട്ടല്ല. ഈമാന്റെ താരീഫ് പറയുമ്പോൾ അമലിനെ പ്രത്യേകം പറയണ്ട എന്ന് മാത്രം പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ പ്രത്യേകം പറയണ്ട എന്നുള്ള വാദം പറയുന്നു എന്ന് മാത്രം. ഈ 4 വിഭാഗങ്ങളായിട്ട് ഇർജാഇന്റെ ആളുകളെ നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തേത് യഥാർത്ഥത്തിൽ കൂട്ടത്തിൽ എണ്ണേണ്ടത് തന്നെ അല്ല, പക്ഷെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം തെളിവുകൾ വേറെയും ഖുർആനിൽ കാണാൻ സാധിക്കും ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരായത്ത് പറയാം. ഇന്നമൽ മുഅ്മിനൂന, സൂറത്തുൽ അൻഫാലിലെ 2-4 ആയത്തുകൾ, 2 മുതൽ 4 വരെ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, കൽബിന് വിറകൊള്ളും. അപ്പൊ കൽബ് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം ഈമാനിന്റെ 3 ഇനങ്ങളും പറയുന്ന മഷ്ഹൂർ ആയിട്ടുള്ള ഹദീസാണ്. ഈമാൻ എന്താ എന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, അലി വേറെ റിവായത്തിൽ ബിദ്ഉൻ വസിത്തൂന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനമോ 60 ചില്ലാനോ ശാഖകളാണ്. ഫഅലാഹ, അതിൽ ഏറ്റവും ഉന്നതമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്.
അപ്പൊ എന്തായി? ഖൗല് വന്നു. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിൽ ഏറ്റവും താഴ്ന്നത് വഴിയിലുള്ള തടസ്സം നീക്കലാണ്, അത് പ്രവർത്തനാണ്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. ലജ്ജ അഅമാലുൽ ഖൽബാണ്, ഖൽബിന്റെ അമലിൽപ്പെട്ട കാര്യമാണ്. അപ്പോ ഒന്നാമത്തേത് വാക്ക് പറഞ്ഞു, പ്രവർത്തനം പറഞ്ഞു, നിയ്യത്ത് ഖൽബിന്റെ പ്രവർത്തനം പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ ഈമാനിനെ പറ്റി പഠിപ്പിക്കുന്നിടത്ത് ഈമാനിന്റെ ഈ 3 ഭാഗങ്ങളും പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅ ഈമാനിനെ തഅരീഫ് പറയുന്നത് തസ്ദീഖും ബിൽ ഖൽബ് വ ഇഖ്റാറും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ്, ഈ 3ഉം ഉണ്ടായിരിക്കണം. ഇനി ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം പറയേണ്ട മറ്റൊരു വിഭാഗം ഖവാരിജികളും മുഅ്തസിലിയാക്കളും. ഇവർ ഈ വിഷയത്തിൽ അഥവാ ഈമാനിന്റെ തഅരീഫ് പറയുന്ന വിഷയത്തിൽ അഹ്ലുസുന്നയുടെ അതേ വാദക്കാരാണ്. ഖവാരിജികൾക്കും മുഅ്തസിലിയാക്കൾക്കും ഈമാനിന്റെ തഅരീഫ് പറയുമ്പോൾ ഈ വാക്കും നിയ്യത്തും കർമ്മവും ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ എന്താണ് അഹ്ലുസുന്നയും ഇവരും തമ്മിലുള്ള ഈ വിഷയത്തിലുള്ള വ്യത്യാസം എന്താണ്? വേറെ വ്യത്യാസം പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ പറയുന്നു അതിനോടൊപ്പം നന്മ ചെയ്താൽ ഈമാൻ വർദ്ധിക്കുകയും പാപം ചെയ്താൽ ഈമാൻ കുറയും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഖവാരിജികളും മുഅ്തസിലിയാക്കളും പറയുന്നത് ഒരാൾ വൻപാപം ചെയ്താൽ അവന് പിന്നെ ഈമാൻ ഇല്ല, അവനെന്താണ്? കാഫിറാണ്. അതിലും അവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് ഖവാരിജ് ഓരോരുത്തരുടെ വാദം പറയാം. ഖവാരിജികളുടെ വാദപ്രകാരം അഹ്ലുസുന്ന ജമാഅ പറയുന്നത് എന്താണ്? ഒരാൾ വൻപാപം ചെയ്തു, ആ വൻപാപം ചെയ്താലും അവൻ എന്താണ്? തൗഹീദ് ഉണ്ടെങ്കിൽ അതിന്റെ എന്താണ്? പിന്നെ ഈമാൻ കുറഞ്ഞു, ഈമാൻ അവൻ കുറവുണ്ട്, ചിലപ്പോ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ അസ്ൽ എന്താവൂല, എന്തായാലും നിഷേധിക്കുന്നില്ല. പക്ഷെ ഖവാരിജികൾ ദുനിയാവിലും അവനെ കാഫിറായി കാണും, പരലോകത്തും അവൻ എന്തായി കാണും? കാഫിറായി. മുഅ്തസിലിയാക്കൾ പക്ഷേ അവർക്കൊരു ഖായിദ ഉണ്ട്, അൽ മൻസിലു ബൈനൽ മൻസിലത്തൈൻ എന്ന് പറയും. വൻപാപം ചെയ്ത ഒരാൾ ദുനിയാവിൽ മുസ്ലിമായി തന്നെ കാണും, അയാളെ ദുനിയാവിൽ അയാൾ മുസ്ലിമായിട്ട് ഇടപഴകും, പരലോകത്ത് എന്തായാലും കാഫിറാണ്, കാഫിർ മുഅ്മിൻ അല്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയിലാകും. ഇപ്പോൾ പറഞ്ഞത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഈമാനിന്റെ അഖീദ എന്താണോ, തഅരീഫ് എന്താണോ, അത് തന്നെയാണ് ഖവാരിജികളുടെയും മുഅ്തസിലിയാക്കളുടെയും ഈ വിഷയത്തിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ പാപം ചെയ്താൽ ഈമാൻ കുറയുമെന്ന് പറയുമ്പോൾ അവർ പറയും വൻപാപം ചെയ്താൽ ഈമാൻ പൂർണ്ണമായി പോകും, പരലോകത്ത് അവർ കാഫിറുകളായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ അവരുമായിട്ടുള്ള വ്യത്യാസം അഹ്ലുസുന്നയ്ക്ക് ഇങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. പിന്നെ കുഫ്രു താരിഖ് സ്വലാ, നിസ്കാരം ഒഴിവാക്കുന്നവൻ പിന്നെ കാഫിറാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതുപോലെ ഭരണാധികാരികളോടുള്ള സമഉം തഅത്തും, പിന്നെ അതുപോലെയുള്ള 2-3 വിഷയങ്ങൾ കൂടിയും പിന്നെ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വേറൊരു ദർസ് നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു മജ്ലിസ് സൗകര്യപ്പെടുമ്പോൾ ഒരു ദർസ് കൂടിയുള്ളൂ, അതിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ അതിന്റെ അഖീദയും മൻഹജും മനസ്സിലാക്കി സഹാബികൾ ഏതൊരു വിശ്വാസത്തിലായിരുന്നുവോ, സഹാബികൾ ഏതൊരു പാതയിലായിരുന്നുവോ ആ വിശ്വാസത്തിലും ആ പാതയിലും ഉറച്ചു നിന്നുകൊണ്ട് മരണപ്പെടാനും നാളെ പരലോകത്ത് ആ സഹാബികളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.